കുഞ്ഞു വാവകൾക്കെല്ലാം അമ്മമ്മ ഇന്ന് നവരാത്രിയെക്കുറിച്ചും പൂജവയ്പ്പിനെക്കുറിച്ചുമുള്ള ഐതിഹ്യത്തിനെക്കുറിച്ച് പറഞ്ഞു തരട്ടെ, കേട്ടോളൂ. രംഭൻ എന്ന അസുര രാജാവിൻ്റെ പുത്രനായിരുന്നു മഹിഷാസുരൻ. മഹിഷാസുരൻ അതീവ ശക്തനായിരുന്നു. അസുരഗണത്തെ എല്ലാം തൻ്റെ പരിധിയിലാക്കി. ഇനി ദേവലോകം കീഴടക്കുന്നതിനായി എനിക്ക് ഈ ശക്തി പോരാ, ഇനിയും കൂടുതൽ കരുത്താർജിക്കണം. അതിനിനി എന്താ മാർഗം? അവസാനം ബ്രഹ്മദേവനെ തപസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ വർഷങ്ങളോളം ബ്രഹ്മാവിനെ തപസ് ചെയ്തു. അവസാനം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. അങ്ങേക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഒരു കാരണവശാൽ എനിക്ക് മരണമുണ്ടാകരുതെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അത് നടക്കുന്ന കാര്യമാണോ? ഇല്ല. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നമ്മൾ ജനിച്ചാൽ ഒരു ദിവസം മരണം ഉറപ്പാണ്. അതുകൊണ്ട് ആ വരം നൽകാൻ കഴിയുകയില്ല. അപ്പോൾ മഹിഷാസുരൻ വിചാരിച്ചു, ഒരു സ്ത്രീക്ക് എന്നെ എന്തായാലും കൊല്ലാൻ കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ത്രീ മുഖേന മാത്രമേ എനിക്ക് മരണം സംഭവിക്കാവൂ എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ആവട്ടെ എന്ന് ബ്രഹ്മാവ് പറഞ്ഞിട്ട് ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. വരം കിട്ടിയതോടുകൂടി എന്തു ചെയ്തു? ഇയാളുടെ അഹങ്കാരം 100 ഇരട്ടിയായി വർദ്ധിച്ചു. ഞാൻ ഈ ലോകത്തിലെ തന്നെ അജയനായി മാറിയിരിക്കുന്നു, എനിക്കിനി മരണമില്ല എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ മുഴുവൻ അയാൾ നല്ല കാര്യം ചെയ്തിരുന്നെങ്കിൽ വേണ്ടൂല. അജയനായ ഒരാൾക്ക് എന്തെല്ലാം നല്ല കാര്യം ചെയ്യാൻ സാധിക്കും. പക്ഷേ എല്ലാവരെയും ഉപദ്രവിക്കാനാണ് അയാൾ നോക്കിയത്. ആദ്യം തന്നെ എന്ത് ചെയ്തു? മുനിമാരെയും മഹർഷിമാരെയും ഒക്കെ യാഗം നടത്തുന്നതെല്ലാം അയാൾ ഓട്ടിച്ചു വിട്ടു. മാത്രമല്ല മറ്റുള്ളവർ അയാളുടെ അസുരഗണത്തിൽപ്പെട്ടവരെയും ഉപദ്രവിച്ചിരുന്നു. ഋഷിമാരെല്ലാം എന്തു ചെയ്തു? ഇനി എന്ത് വേണ്ടി എന്നിങ്ങനെ ആലോചിച്ചിരുന്നു. പ്രപഞ്ചം മുഴുവൻ അയാൾ ആക്രമിക്കുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ദേവലോകത്തിലെ രാജാവായ ദേവേന്ദ്രനെയും ആക്രമിച്ച് കീഴടക്കി. അങ്ങനെ ദേവലോകം കീഴടക്കി. അവസാനം എല്ലാ ദേവന്മാരുമായി ഒത്തുകൂടി. ഒരു സ്ത്രീക്ക് മാത്രമല്ലേ അദ്ദേഹത്തെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യുക? അവസാനം എന്താ ചെയ്ത അവർ? പരാശക്തിയുടെ ഒരു അംശമായ ദുർഗാദേവിയെ സമീപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മുനിമാരും ദേവന്മാരുമായി ദുർഗാദേവിയുടെ അടുത്ത് പോയി. എന്നിട്ട് ദുർഗാദേവിയോട് അപേക്ഷിച്ചു, അല്ലയോ, ഞങ്ങൾക്ക് യാതൊരു കാരണവശാലും ഇവിടെ താമസിക്കാൻ കഴിയുന്നില്ല. അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഒരു സ്ത്രീക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് എല്ലാവരുമായി അവരോട് അപേക്ഷിച്ചു. ദുർഗാദേവി ശരി, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരെ സഹായിക്കാനെന്ന് ഏറ്റു. അവസാനം എന്ത് ചെയ്തു? ദേവന്മാർ അവരുടെ ശക്തിയിൽ നിന്നും ഒരംശവും അവരുടെ ആയുധങ്ങളും എല്ലാം നമ്മുടെ ദുർഗാദേവിക്ക് ഇയാളെ തോൽപ്പിക്കാൻ വേണ്ടി നൽകി. കാരണം അസുരരാജാവ് അജയനും വളരെ ശക്തനും മാത്രമല്ല ധാരാളം ഭടന്മാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ദുർഗാദേവിക്ക് ഇവരുടെ ശക്തിയുടെ ഒരംശം നൽകുകയുണ്ടായി. അവസാനം എന്തു ചെയ്തു? ദേവി മഹിഷാസുരനുമായി യുദ്ധത്തിലേർപ്പെട്ടു. 9ാമത്തെ ദിവസം ദേവിക്ക് മഹിഷാസുരനെ വധിക്കാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ എന്താണ്? നന്മയുടെ വിജയമായിട്ടല്ലേ അത് വരുന്നത്? തിന്മയുടെ അന്ത്യവും നന്മയുടെ വിജയവുമായിട്ടാണ് നമ്മൾ വിജയദശമി ദിവസം സരസ്വതി ദേവിയുടെ രൂപത്തിൽ നമ്മൾ ശക്തിയെ ആരാധിക്കുന്നു. അന്ന് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കാനുള്ള പുസ്തകങ്ങളെല്ലാം ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുകയും കൃഷിക്കാരും മറ്റുള്ളവരും എന്ത് ചെയ്യും? അവരുടെ പണിയായുധങ്ങൾ ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദേവന്മാർ അവരുടെ ശക്തിയുടെ ഒരു അംശവും ആയുധമൊക്കെ നൽകിയില്ലേ? അതുപോലെ നമ്മുടെ ശക്തി എന്താണ്? പഠിത്തമല്ലേ? നമ്മുടെ ശക്തി പഠിത്തമാണ്, വിദ്യാഭ്യാസമാണ് നമ്മുടെ ശക്തി. അപ്പം അത് ദേവിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ട് നന്മ വരുത്തണമെന്ന് നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആദ്യ 3 ദിവസം നമ്മൾ ദുർഗാദേവിയെയും അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിയെയും അവസാന 3 ദിവസം സരസ്വതി ദേവിക്കും വേണ്ടി സമർപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു?
വിജയദശമി വളരെ ആഘോഷത്തോടു കൂടി ആഘോഷിക്കുന്നു. എന്ത് സന്തോഷമാണല്ലേ ഇത്. മക്കളെല്ലാവർക്കും ഇതിൻ്റെ വേറെയും ഐതിഹ്യമുണ്ട് കേട്ടോ. അത് അമ്മമ്മ പിന്നെ പറഞ്ഞു തരാം. ഇത് ഒരു ഐതിഹ്യം. ഇഷ്ടപ്പെട്ടോ? ബൈ, ഗുഡ് നൈറ്റ്.